എ.ഡി.എം. നവീൻ ബാബുവിന്റെ മരണത്തിൽ പി ദിവ്യയെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞ് എം.വി. ജയരാജൻ. നവീൻ ബാബുവിന്റെ മരണത്തിനിടയാക്കിയത് ദിവ്യയുടെ പ്രസംഗത്തിലെ അവസാനത്തെ വാക്കുകൾ ആണെന്ന് എം.വി. ജയരാജൻ പറഞ്ഞു. എമ്മിൻ്റെ മരണത്തിന് ഇടയാക്കിയത് ദിവ്യ നടത്തിയ പ്രസംഗത്തിലെ അവസാനത്തെ പരാമർശമാണ് എന്നത് സത്യമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് അത് തെറ്റാണ്. ആ കാഴ്ചപ്പാടാണ് അന്നും ഇന്നും ഞങ്ങൾക്കുള്ളത്. ദിവ്യയുടെ പേരിൽ എപ്പോഴാണോ ആക്ഷേപം ഉയർന്നു വന്നത് അന്ന് തന്നെയാണല്ലോ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുന്നത്. അതിലല്ല സംഘടനാപരമായി കമ്മ്യൂണിസ്റ്റുകാർക്ക് അത് എം.വി. ജയരാജൻ തെറ്റ് ചെയ്താലും എം.വി. ജയരാജൻ്റെ പേരിൽ കേസെടുക്കും, പിന്നെ സംഘടനാപരമായ നടപടിയെടുക്കൂ. ഫെലിക്സ് വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. ഫെലിക്സ്, ഒരിക്കൽ കൂടി ആവർത്തിച്ച് ഈ പരാമർശം എന്താണോ പറയുന്നത്, ദിവ്യ പറഞ്ഞതിൽ എന്ത് തെറ്റാണ് ഉണ്ടായത്, നവീൻ ബാബുവിന്റെ ആത്മഹത്യയെ കാരണം എന്തെന്നുള്ള കാര്യം വിജയരാജൻ ഒന്നുകൂടി പറയുന്നു. അതിപ്പോൾ സമ്മേളനത്തിനിടയിലാണ് ഈ ഒരു പ്രസ്താവന അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാവുകയും ചെയ്യുന്നത്. പൂർണ്ണമായും തള്ളുകയാണോ പി ദിവ്യയെ നേതൃത്വം? ഇതുവരെ പറഞ്ഞതുപോലെയല്ല ഇപ്പോൾ CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം.വി. ജയരാജൻ പി ദിവ്യ വിഷയത്തിൽ പ്രതികരിക്കുന്നത്. അതായത് ഇതുവരെ CPM പറഞ്ഞു വെച്ചിരുന്നത് പി ദിവ്യ അവിടെ പോയി ഇത്തരമൊരു വേദിയിൽ ഇത്തരമൊരു പ്രസംഗം നടത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഈ നവീൻ ബാബു അഴിമതിക്കാരനോ അഴിമതിക്കാരനല്ലയോ എന്ന കാര്യത്തിൽ പാർട്ടിയുടെ നിലപാടെടുക്കുന്നില്ല. പക്ഷേ പി ദിവ്യ ഇങ്ങനെ അനവസരത്തിൽ ഒരു സ്ഥലത്ത് വന്ന് ഇങ്ങനെ ഒരു കാര്യം പറയാൻ പാടില്ലായിരുന്നു, അത് ഒഴിവാക്കണം എന്നതായിരുന്നു ഇതുവരെയും കണ്ണൂർ ജില്ലാ CPM നേതൃത്വം സ്വീകരിച്ചത്. എന്നാൽ ഇപ്പോൾ എം.വി. ജയരാജൻ ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കുന്നത് ഈ നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണം എന്നത് പി ദിവ്യ ആ വേദിയിൽ അവിടെ എത്തി വന്ന് പറഞ്ഞ പ്രസംഗത്തിലെ അവസാനത്തെ വരികളാണ് എന്നതാണ്. മാത്രമല്ല അക്കാര്യത്തിൽ പാർട്ടി അത് തെറ്റാണെന്ന് പാർട്ടി തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. അങ്ങനെയൊരു സംഭവം നടന്ന സമയത്ത് തന്നെ പി ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നീക്കി പിന്നീട് അവർക്കെതിരെ പാർട്ടി നടപടി സ്വീകരിച്ചു. ആ കാഴ്ചപ്പാടാണ് അന്നും ഇന്നും എന്ന് എം.വി. ജയരാജൻ വ്യക്തമാക്കുന്നു. അതായത് ജില്ലാ സമ്മേളനത്തിൽ പി ദിവ്യ അനുകൂലിച്ചും പ്രതികൂലിച്ചും പ്രതിനിധികൾ അഭിപ്രായങ്ങൾ പങ്കുവച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനാണ് എം.വി. ജയരാജൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. ഏതായാലും ഈ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അതിലേക്ക് നയിച്ചത് എന്താണെന്നുള്ളത് പോലീസാണ് അന്വേഷിക്കുന്നത്. അതിലൊരു ആത്മഹത്യക്കുറിപ്പ് പോലും ഇല്ല. ഇത് തന്നെയാണോ കാരണം എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുമില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ പക്ഷേ പാർട്ടി സെക്രട്ടറി തന്നെ ഇക്കാര്യം പറയുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഈ പ്രസംഗത്തിൽ ഏറ്റവും അവസാനത്തെ വരികൾ, അതായത് നവീൻ ബാബുവിനുള്ള യാത്രയപ്പ് ചടങ്ങിൽ പി ദിവ്യ അവിടെ എത്തി പ്രസംഗിച്ച അതിൽ ഏറ്റവും അവസാനത്തെ വരികൾ ഇങ്ങനെയാണ്: നവീൻ ബാബു ഇവിടെ നിന്ന് മറ്റെവിടെയെങ്കിലേക്ക് പോയി ജോലി ചെയ്യുമ്പോൾ വളരെ നന്നായി ജോലി ചെയ്യണം, ആളുകളെ സഹായിക്കണം, ചുറ്റും ആളുകളുണ്ട് എന്ന് ഓർമ്മ വേണം. ഇതൊരു സർക്കാർ ഉദ്യോഗ ജോലിയാണ്. അതുകൊണ്ട് നിങ്ങൾക്കൊരു പക്ഷേ എന്തെങ്കിലും പിഴവ് സംഭവിച്ചാൽ സിവിൽ ഡെത്ത് സംഭവിക്കാം, അത് ഓർമ്മ വേണം. അത് ഓർമ്മ കൊണ്ട് മാത്രമേ അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് പേന ഉപയോഗിക്കാൻ പാടുള്ളൂ. 2 ദിവസം കഴിഞ്ഞ് കാത്തിരിക്കാം എന്നതാണ് പി ദിവ്യ അവസാനമായി ആ പ്രസംഗത്തിൽ പറഞ്ഞത്. അത് തെറ്റായിപ്പോയി എന്ന് ഇപ്പോൾ എം.വി. ജയരാജൻ തന്നെ വ്യക്തമാക്കുന്നു എന്നതാണ്. നേരത്തെ സ്വീകരിച്ച നിലപാടിൽ നിന്ന് കുറച്ചുകൂടി കടുപ്പിക്കുകയാണ് ഇക്കാര്യത്തിൽ പാർട്ടി പി ദിവ്യ വിഷയത്തിൽ.